257 ഇന്ത്യക്കാർ കസ്റ്റഡിയിലുണ്ടെന്ന് പാകിസ്ഥാൻ. ഇതിൽ 199 പേർ മത്സ്യത്തൊഴിലാളികളാണെന്നും പാകിസ്ഥാൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ഇവരിൽ മിക്കവരും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവരാണെന്നും അവരെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. 424 പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ തടവിലുണ്ടെന്ന കണക്ക് ഇന്ത്യയും പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും 2008 ഒപ്പുവെച്ച ഒരു കരാർ പ്രകാരം എല്ലാ പുതുവത്സര ദിനത്തിലും ഇരു രാജ്യങ്ങളും ഈ പട്ടിക പുറത്തുവിടാറുണ്ട്. ഇരു രാജ്യങ്ങളുടെയും കസ്റ്റഡിയിലുള്ള പൗരന്മാരുടെയും പട്ടികയാണിത്. ഈ കണക്ക് പുറത്തുവിടുന്നു എന്നതല്ലാതെ സാധാരണയായി ഇതിൽ മറ്റു നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം 58 സിവിൽ തടവുകാരും 199 മത്സ്യത്തൊഴിലാളികളുമാണ് അവരുടെ കസ്റ്റഡിയിലുള്ളത്. അവർ ഇന്ത്യൻ പൗരന്മാരോ ഇന്ത്യക്കാരാണെന്ന് കരുതുന്നവരോ ആണെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അവരിൽ 167 പേർ വിചാരണ പൂർത്തിയാക്കി ശിക്ഷയും അനുഭവിച്ചു കഴിഞ്ഞിട്ടും തടവിൽ കിടക്കുന്നവരാണെന്നും അവരെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. 35 പേരുടെ കാര്യത്തിൽ കൗൺസിലർ ആക്സസ് വേണം എന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയും അവരുടെ പക്കലുള്ള സിവിൽ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 391 പാക് സിവിൽ തടവുകാരും 33 മത്സ്യത്തൊഴിലാളികളും അടക്കം 424 പാകിസ്ഥാൻകാരാണ് ഇന്ത്യയിൽ തടവിലുള്ളത്. അതിനിടെ രാജ്യത്ത് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ നിർബന്ധമാക്കുവാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കത്തിനെതിരെ വ്യാപാരികൾ രംഗത്തുവന്നു. സർക്കാർ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ജനുവരി 16 രാജ്യവ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാനിലെ വ്യാപാരികൾ രംഗത്തെത്തി. സർക്കാരിന്റെ ഈ നീക്കം നികുതി വകുപ്പിന് വ്യാപാരികളെ ഉപദ്രവിക്കുന്നതിനുള്ള പുതിയ വഴി തുറന്നുകൊടുക്കുമെന്ന് അവർ ആരോപിച്ചു. ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂവിന്റെ ഈ നിർദ്ദേശത്തിനെതിരെ ഇസ്ലാമാബാദിൽ പ്രതിഷേധ റാലി നടന്നു. ഇതിലാണ് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയതെന്ന് ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ആപ്പര ചൌക്കിൽ നിന്ന് റെഡ് സോണിലേക്ക് പ്രകടനം നടത്തുവാൻ വ്യാപാരികൾ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രകടനക്കാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ട്രേഡേഴ്സ് ആക്ഷൻ കമ്മിറ്റിയുമായി സഹകരിച്ച് ഓൾ പാകിസ്ഥാൻ അഞ്ചുമാനി താജ്റൺ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഇസ്ലാമാബാദ്, റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ കടയുടമകളും വ്യാപാരി പ്രതിനിധികളും പങ്കെടുത്തു. വൻകിട അഴിമതിയെ അഭിമുഖീകരിക്കുന്നതിനു പകരം സർക്കാർ ചെറുകിട വ്യാപാരികളെ ലക്ഷ്യമിടുകയാണെന്ന് അവർ ആരോപിച്ചു. POS മെഷീനുകൾ നിർബന്ധമാക്കുന്നത് നികുതി സംവിധാനത്തെ പരിഷ്കരിക്കുന്നതിനേക്കാൾ വ്യാപാരികളെ ഭയപ്പെടുത്താനാണെന്നും ഇതൊരു കരിനിയമമാണെന്നും ഇസ്ലാമാബാദ് ട്രേഡേഴ്സ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അജ്മൽ ബലോച്ച് പറഞ്ഞു.